എന്തിയേ ഇന്റെ പാടി എവിടെടി? അവിടെ ഉണ്ടാവും നോക്കി. റബ്ബേ, ഞാൻ ഈ വാതിലിന്റെ മൂലൊക്കെ വെച്ചതാണല്ലോ. ഓതി അടിച്ചോരി തുറക്കൽ എന്നിട്ട് അത് ആണ്ടും ഇങ്ങോട്ടും എടുത്തു വെക്കും. വന്നാച്ചേ, ഞാൻ ഇവിടെ ഒരു പണിയിലാണ്. ഞാൻ ആ കട്ടിലിന്റെ ചോട്ടിക്ക് നീക്കി വെച്ചുകൊണ്ട് തുടച്ചപ്പോ അവിടെ നോക്കിക്കൂടി. നിങ്ങൾ എവിടേലൊന്ന് ഇറങ്ങുമ്പോ 4 ആള് വേണം നിങ്ങളെ പിന്നാലും മുന്നിലും. ഞാൻ വെക്കുണ്ടോടത്താണ് വെച്ചാ മതിയല്ലോ. അതിന്റെ അടിയിൽ കൂടി അതിന്റെ തുറക്കലും മോറലും എന്നിട്ട് ജാണ് മാറ്റി വെച്ചിട്ടാണ് അത് ഞാൻ ഈ തരേണ്ടത്. നിങ്ങൾ എടുക്ക കോട്ടകക്കാണെങ്കിലേ നമ്മളെ പിടിച്ചൊന്ന് മാറ്റണം. അത് കേടാൻ നിക്കണു. പിടിച്ച് ഇനി മാറ്റാനോ നിക്കണ്ട. അതിന് 10-25,000 ഉറുപ്പ്യാവും. അത് ഇനി നന്നാക്കിച്ചാ മതി. 3-4 വട്ടം നേരാക്കിക്കണത്. ഇനി അത് നേരാക്കൽ നടക്കൂല. പുതിയതൊന്ന് മേടിച്ചാന്നല്ലാതെ. ഇനി വലിയൊരുനാളാണ് വരുന്നത്. ഇറച്ചി കൊറേ കിട്ടും ഞമ്മക്ക്. അതൊക്കെ പിടിച്ചിലൊക്കെ വരൂലേ? ഞാനേ പീടിയിലൊന്ന് കേറി അന്വേഷിച്ച് നോക്കട്ടെ. അതിനും ഇനിയിപ്പൊ കൊറേ കായ് ചെലവാക്കണം. ഫ്രിഡ്ജുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പൊ മഴക്കാലാണ്. കാറ്റും മഴയും വന്നുകാണ്ടേ മരേറ്റ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കറണ്ട് പോവും. അതൊക്കെ ബേജാറാണ്. കറണ്ട് ഇല്ലെങ്കിലൊന്നും ഇപ്പൊ ബേജാറൊന്നുമില്ല. പണ്ടൊക്കെ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിട്ടേന്നു. അന്നൊക്കെ ഉണക്കിക്കാണ്ടാണ് ഇറച്ചി വെച്ചിരുന്നത്. അങ്ങനൊക്കെ വെക്കേണ്ടി വരും. അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പൊ അതൊന്നും നടക്കൂല. പിന്നെ ഇമാനു വന്നീനു പുലിയത്തിന് ഒരു പങ്ക് കൂടാൻ വേണ്ടിട്ട് നമ്മള് ചോദിച്ചാന്. നിങ്ങളായിട്ട് കണ്ടീന്നാ? ഞാൻ ഓനെ കണ്ടിട്ടൊന്നുമില്ല. അത് എല്ലാ കൊല്ലും നിങ്ങളെ ആങ്ങളെയും പെങ്ങന്മാരൊക്കെ പാടെ ഓരോ പങ്ക് ചേരേണ്ടതല്ലേ. നിങ്ങൾ ചേർന്നോളി. ഇനിയിപ്പോ എന്നോട് ചോദിച്ചാനും ഇപ്പൊ അതിന് ഞാൻ ഇക്കുറി കൂടുതലില്ലാന്നാ വിചാരിച്ചിരിക്കണത്. കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മള് കൂടിയ പങ്കില് ഇറച്ചി കൊടുന്നെന്ന് എന്താന്നറിയാം, മുഴുവൻ എല്ലും മുട്ടി. നല്ലതൊക്കെ എടുത്തിട്ടുണ്ടാവും. ആ തെരവ് മുഴുവൻ നിച്ച് കൊടുന്നോന്. ഇതൊരു കൂലിപ്പാട് കിട്ടാൻ വേണ്ടി ചേച്ചല്ലേ. ഇറച്ചിന്റെ കണക്ക് നോക്കണ്ട. അങ്ങനെ നല്ല എടുത്തുകാണ്ട് ആകാത്തൊന്നും നിങ്ങൾ കൊടുന്നിട്ടൊന്നുമില്ല. അങ്ങനത്തെ മനസ്സിലൊന്നല്ലോ. അങ്ങനെയൊന്നും ചെയ്യൂല. ഓനെങ്ങൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. നിങ്ങളെ പെങ്ങളെ ആഴ്ച മുന്നോട് കഴിഞ്ഞൊരു ഇറച്ചി കൊടുന്നെ എന്ത് നല്ല ഇറച്ചിയാന്ന് അറിയാങ്ങള്. തുണ്ട ഇറച്ചിയാള് പാഴ്ചുമ്പ് കൊടുക്കുന്ന ഇറച്ചി ഇപ്പൊ നല്ല ഇറച്ചിയായി. അതിന്റെ മുന്നത്തെ കൂടി ഓള് കൊടുന്നത് വെറും എല്ലും പാടിയെന്നു ഇജ്ജ് പറഞ്ഞത്. എന്നോട് വർത്താനം പറഞ്ഞിരിക്കാൻ ഒഴിവില്ല. ഞാൻ പോവാണ്. എല്ലാത്തിനും എനിക്ക് കുറ്റേക്കാരം. എന്നാ കുഞ്ഞാനെ, എന്റെ കൊറേ തുടങ്ങിയിട്ട് ലാസ്റ്റ് അറിഞ്ഞല്ലേ. ക്യാൻസർ അല്ലേ രോഗം? എത്രാമത്തെ സ്റ്റേജാണോ? 4-ാമത്തെ മേലോ. വല്ലാത്ത കഷ്ടം. ഉസ്താദും ഞാനും കൂടി പോയിരുന്നു. അതെയോ? അസ്സലാമലൈക്കും. വലൈക്കും സലാം. എവിടക്കപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കണ്ടേ? ഒരു രോഗിനെ സന്ദർശിക്കാണ്ട്. പിന്നെ ഞാൻ ഈ മഹലിൽ വന്നതിന്റെ ശേഷം എല്ലാരും അറിയില്ല. എല്ലാരും ഒന്ന് സന്ദർശിക്കാച്ച് പോവുകയാണ്. ആ ചേക്കൂന്റെ അടുത്ത് കേൾക്കാറല്ലേ? ഞാൻ പോയിനു അവിടെ. ഓന് തീരെ വെച്ച. നിങ്ങളെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ കമ്മറ്റിക്കാരോട് പറഞ്ഞിനു ഒലയത്തിന് ഇക്കൊല്ലം ഞാനൊരു പോത്താണ്. എല്ലാ കൊല്ലം ഉമ്മാജി ഒരു പോത്തേനെയാണ്. പഴയ മൂലേര് പള്ളിക്കലൊക്കെ വിളിച്ചു അറിയലുണ്ടായിരുന്നു. നിങ്ങളൊന്നും വിളിച്ചു പറഞ്ഞാടി. അതിപ്പോ വിളിച്ചു പറയണ ആചാരെ, നാട്ടുകാരൊക്കെ അറിയിച്ചോളോ? അത് നല്ലൊരു ശീലല്ലോ. അത് നല്ലതായാലും ആകാത്തായാലും വിളിച്ചു പറയണം. ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യണ്ട്. നാട്ടുകാരൊക്കെ ഒന്നാണ്ട് അറിയട്ടെ. നോക്കാം. എന്നാ ഞങ്ങളോട് പോട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എല്ലാ കൊല്ലമേ അയാളെ പേരിങ്ങനെ വിളിച്ചു പറയണം. പഴയ മൂലയിലും പറയുന്നു. അത് ഭയങ്കര തൃപ്തിയായി. മജീദ്, ഇജ്ജ് ഈ ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? നല്ല വലിപ്പുണ്ടല്ലോ. ഇതിന് എത്ര രൂപയാടാ? ഞാനിത് എടുത്തതേ റെഡി പൈസക്കാണ്. 26,000 ഉറുപ്പ്യായി. അടവിനും കിട്ടൂട്ടാ. അടവിനൊന്നും ശരിയാവില്ല. അതിന് പലിശ കൊടുക്കണ്ടേ? ഞാൻ റെഡി പൈസക്ക് തന്നെ ഒന്ന് എടുക്കണം ചിട്ടാണ്. ഇജിപ്പോ എന്താ കൂൾബാറായിട്ട് തുടങ്ങണ്ട? ഇത്രയും വലിയൊരു ഫ്രിഡ്ജ് എടുക്കാം. കൂൾബാറൊന്നും ഞാൻ തുടങ്ങണില്ല. എനിക്ക് പെരീത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനെന്തിനാ മനുഷ്യ ഇത്രയും വലിയൊരു ഫ്രിഡ്ജ്? പെരക്കൊക്കെ ചെറുത് പോരാ. ഇതിനൊക്കെ കറണ്ട് ബില്ല് എത്ര വരിക നിങ്ങൾക്ക് അറിയോ? അത് മജീദ് 24 മണിക്കൂർ ഓൺ ആക്കിയാലല്ലേ കറണ്ട് ബില്ല് വരുള്ളൂ. എനിക്കിതൊരു കുറച്ച് ദിവസത്തെ ആവശ്യത്തിനാണ്. എന്തൊക്കെ കുറച്ച് ദിവസത്തെ ആവശ്യം? ഫ്രീസർ ആക്കാതെ ഉപയോഗിക്കുകയാണെങ്കിലേ കറണ്ട് ബില്ലും കുറയത്. അങ്ങനെയാണെങ്കിൽ എനിക്കിതൊന്ന് വാങ്ങണം. അല്ല, നിങ്ങളിപ്പോ എവിടെ തുണിയും കുപ്പായം മാറ്റിട്ട് പോകാൻ നിക്കണ്? ഞാനേ എന്റെ ചെറിയ പെങ്ങളോടൊറ്റൊന്ന് പോണം. ഞാൻ പോട്ടെട്ടാ. വരുന്നവര് മൊത്തം എന്റെ ഫ്രിഡ്ജിമുക്കാണ് നോക്കണേ. ഇനി ഇതും ഒരു കറുത്ത തുണി കെട്ടണം, എന്നാലേ ഇപ്പൊ നന്നാവുള്ളത്. ഞാൻ വന്നത് മാളുമ്മ എല്ലാ കൊല്ലം പോതുയത്തിനെ നിങ്ങൾ 2 പെങ്ങന്മാരും ഞാനും കൂടിക്കാണ്ടേ ഒരു പോത്തിനെ കൊടുക്കണതല്ലേ. ഇക്കൊല്ലം ഇപ്പൊ അത് വേണട്ടോ. എല്ലാ കൊല്ലവും നമ്മൾ കൊടുക്കണല്ലേ? ചളിയനോടൊന്ന് ചോദിക്കണം. ഇത് ഞാൻ പറയാം. എത്തപ്പോ ഓനോട് ഇത്ര ചോദിച്ചാന്? ഇതൊരു ടീച്ചറല്ല, എനിക്ക് മാസം ശമ്പളം ഉണ്ടല്ലോ. അതിനൊരു വകം തന്നാ മതി. ഇച്ച് പൈസ തരുന്നതിനൊന്നും കുഴപ്പമില്ല. കഴിഞ്ഞ കൊല്ലം തന്നെ ഇറച്ചി കൊണ്ടുവന്നത് കുറവാണെന്ന് അളി എങ്ങനെ പറയുന്നുണ്ട്. അതെടി അന്ന് ഇറച്ചി കമ്മിയായതേ. നമ്മളെ മാലിലേ അന്ന് പങ്കേര് കുറവേന്നു. അപ്പൊ ഒരുപാട് ആളുണ്ടല്ലോ നമ്മളെ മാലില്. അപ്പൊ ഇറച്ചി അവിടെ കുറവായപ്പോ ഞാൻ ഇതിന്ന് കുറച്ചങ്ങോട്ട് കൊടുത്തു. അതാണ് ഇവിടേക്ക് കമ്മിയായത്. എന്നാലേ എന്നോടേ നമ്മളെ ഉമ്മ ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. പിന്നെ എത്തപ്പോൾ എന്നോട് പറഞ്ഞത്?
എൻ്റെ പെരയിലേ ഒരു ഫ്രിഡ്ജ് നിറച്ച് ഇറച്ചിയുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞത്. പെരുന്നാൾ കഴിഞ്ഞ് ഒരു മാസം തിന്നാലും കഴിയൂല എന്നാ ഓള് എന്നോട് പറഞ്ഞത്. എടി ഓള് വെറുതെ പറയണത്, അത് മുഴുവനൊന്നും ഇറച്ചിയല്ല. ഞാൻ അവിടുന്നേ ആ പെട്ടിയും കുടലും കജ്ജും കാലും ഒക്കെ കൂടി കൊടുക്കാണ്ടേ ഫ്രിഡ്ജാണ് നിറച്ച് വെച്ചിരുന്നു. അത് ഓള് കണ്ടക്കണ്. അതാണ് ഓൾ എന്നോട് പറയേണ്ടത്. ഇക്കുറിഞ്ഞ് അങ്ങനെ ഒന്നും ആവില്ലടി. അവിടെ ഇനി ഇറച്ചി കമ്മി ആയാലും വേണ്ടിയില്ല, നമ്മൾ ഓരും കൊണ്ട് എടുക്കും. അൻ്റെതേ ഞാനൊരു ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് കൊടുത്തയക്കണ്ട്. ഏതായാലും അന്നെ ഞാൻ ഒന്ന് കണക്കാക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കൊല്ലം നമ്മളൊരു പോത്തിനെ കൊടുക്കണല്ലേ, ഇക്കൊല്ലായിട്ടത് മുടങ്ങണ്ട. എന്റെ പൈസ ഞാൻ തരാം. മാമുട്ടിയ, ഇതാണ് നമ്മളെ സാധനം. ഇതാണ് ഇജ്ജ് പറഞ്ഞ 3 ഇന്ത്യയിലൊക്കെ ഉള്ള സാധനം അല്ലേ? ഇതാണ് സാധനം. എവിടേക്കും കൊണ്ടോ അല്ല കണക്കാണ്, നല്ല കണക്കാണ്. കണ്ടീല? ഇതെന്താ മുട്ടിയൊക്കെ എത്ര കറുപ്പ്? ഇതിമെന്തേലും തേച്ചക്കണ? ഇത് ചെങ്ങായ ചന്തക്കന്നല്ല, നാട്ടും പുറത്ത് വളർത്തുണ്ടാക്കിയത് വാങ്ങിയതാ. ഇജ്ജാ കണ്ണാട് ഉരുക്കണം നോക്കാം. അത് ഞാനേ വെയിലായപ്പോ കണ്ണട വെച്ചിരുന്നു. ഇതിന്റെ കണ്ണടന്റെ കുഴപ്പാ. അല്ല മെയ്തീനെ, ഞമ്മളെ പരിപാടിക്ക് ഇത് മതിയാവൂലേ? മാമുട്ടിയൊക്കെ അത് ഒട്ട് തൂക്കണ്ടാവോ? ഇത് ഞമ്മളെ ഇപ്പഴാൻ പറഞ്ഞ തൂക്കത്തിലേ ഏറല്ലാതെ കൊടിയില്ല. എന്നാ അതിന്റെ വില വെച്ച് നോക്കി മൂപ്പരോട്. അല്ല ഇതിലോ എത്ര ചോദിച്ചിട്ടത്? 1.10 കിട്ടണം. സാധനം കണ്ടില്ലേ? ഇജ്ജ് കേട്ടില്ലേ? 1.10 ചോദിച്ചിട്ടത്. ഇത് ഓന്റെ രണ്ടാമത്തെ കൂട്ടത്തിലെ കുട്ടിനെ മുടിയാഴ്ചയിലാണ്. ഇതുവരെ ആദ്യത്തെ പേർക്കാരെ അറിയില്ല, സ്വകാര്യ കാച്ചിലാണ്. പിന്നെ കച്ചവടം ഞാൻ ചെയ്തുതരും. മാടച്ച് മാണം, മാട മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞോണ്ട് ആ പോത്തിന് ഈ പോത്തിനെ പറ്റി ഒന്നും അറിയില്ല. മാട വേണോ മാമുട്ടിയെ? തട്ട പോരെ? എന്നാ ഇത് ആദ്യം വിളിച്ചു തരണ്ടേ? ഞാൻ എന്നാലും 1.25 പറഞ്ഞിരുന്നില്ലേ? അനക്ക് മാടിയും തരായിരുന്നു. ഇച്ചി മാടേനെ മാണം. അതതിനനുസരിച്ചേ ഞാൻ കച്ചവടാക്കി തരാം. വീണ് ബാ. പേടിയെന്നാണ് സാധനമില്ല, തപ്പിടണ്ട വെച്ചിക്കാണ്ട്. ഏയ് ഞമ്മക്കതേ എൻ്റെ കോളത്തിന് എടുക്കാം. 1.10 മൂപ്പ് ചോദിച്ചത്. വലിയ കമ്മിയൊന്നും വരൂല, ഒരു 5 രൂപ കുറച്ച് കിട്ടും. 1.5 കൊടുക്കേണ്ടി വരും. ഒരു 1 കൊണ്ട് പോരൂലേ? 1 കിട്ടൂല. കാരണം എന്താ അറിയാ, അത് നമ്മള് ബെറിന് കണ്ടുപോലെ മൂപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടവൻ നമ്മളെ. ആ മൂപ്പർ എന്താ പറയുക, അതിനനുസരിച്ച് വില പറഞ്ഞിട്ടുള്ളൂ. അതിൽ 1.25 പറയും മൂപ്പർ. നിങ്ങളല്ല പരിചയമുള്ള ആളല്ലേ? ഏട്ടനഞ്ചന്മാരെ മൈരിയല്ലേ? അഡ്വാൻസ് കൊടുക്കാൻ എന്താ കയ്യില്? ഉണ്ട്. ആ 5 രൂപ അല്ലേ? ഇതാണ് കൊടുക്കുക. ബാക്കി ഞാൻ പോകുമ്പോ കൊണ്ടുപോകാം. ഇതാ അവിടെ വെക്കേ. അല്ല, എത്രക്ക കച്ചവടം ആക്കിയിട്ടുണ്ട്? ഞാൻ കുടിച്ച് വാങ്ങിക്കോളാം. എത്രക്ക കച്ചവടം ആക്കിയിട്ടുണ്ട്? അതൊക്കെ ഞാൻ മട്ടത്തിന് കൊടുത്തേക്കണം. 1 ലക്ഷം ഉറുപ്പിക ഉണ്ടാവും. ബാക്കി കൊണ്ടുപോകാൻ വേണ്ടി തരും. ഇതാ 5000 ഉണ്ട്. പിന്നെയും കുറച്ചോ? അത് മതി. അപ്പോ അങ്ങനത്തെ ഫസ്റ്റ് പരിപാടി കൊണ്ടുപോകല്ലേ? എടാ ചെറുക്ക, നമ്മളെ മല്ലിലേ പൊതുവത്തിനേ കന്നിപ്പോ എത്ര അയക്കണു? പങ്ക് കൂടിയാലേ കൂടെ 13 കന്നയക്കണേ. പിന്നെ ഓരോരുത്തരും അറക്കണതേ, അതിലിപ്പോ നമ്മളെ യൂസുഫ് ഹാജി റേഷൻ പീടി അടുത്തനെ മൂപ്പരൊരു കന്നുണ്ട്. നമ്മളെ ഉമ്മറാജിക്ക് 2 കന്നുണ്ടായിരുന്നു കൊല്ലം. എടാ എല്ലാ കൊല്ലം ഉമ്മറാജി ഒറ്റപ്പോത്തല്ലേ? ഇക്കുറി 2 ഉണ്ടോ? കുറി 2 ഉണ്ട്. ആളെ മോനൊരു പോത്താണ്. പിന്നെ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന്, നിങ്ങളെ അളിയനുണ്ടല്ലോ ഒരു കന്ന് തരണേ. ആ കാര്യം പെരിയിലെ പെണ്ണുങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളെ അളിയനെ പൈസ ഇല്ലെങ്കിൽ ആളൊരു പാവാണ്. എല്ലാ കുറി മൂപ്പര് ഓരോന്ന് അറക്കും. നമ്മളെ ഈ മലിലേ അയാളുമായി ഒറ്റക്ക് ഇറക്കുമ്പോൾ വളരെ കുറവാണ്. ഇപ്പൊ ഒറ്റക്കൊരു കന്ന് വാങ്ങാനൊക്കെ ഭയങ്കര പൈസ ആവും. ആ സാധു നാൾ എന്നോട് പറയണേ, ഒരു വലിയൊരുന്നാൾ കഴിഞ്ഞ അടുത്ത വലിയൊരുന്നാളാകുമ്പോഴത്തേനെ മാസം ചെറിയൊരു പൈസ ഒരു കൂട്ടലാണല്ലോ. അങ്ങനെയാണ് ഇത് സ്വരൂപിക്കൽ പറഞ്ഞു. ബാല, ഞാൻ എന്റെ പെരയിൽ പോയി വരികയാണ്. അപ്പൊ പുഷ്പ പറഞ്ഞു വെച്ച് പുല്ലേരിയാൻ പോയിക്കണോന്ന്. ഞാനേ മഴ വരുമ്പോ കുറച്ച് പുല്ലറിയാൻ വേണ്ടിട്ട് പോന്നതാണ്. നാക്കാലികൾ 3 തോത്തിലിരിക്കല്ലേ? അല്ല, നിങ്ങൾ പെരയിൽ പോയിട്ട് കാളനെ കണ്ടില്ലേ? ഞാനതിനെ തോത്തുനിന്ന് കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണ്. എത്ര പേജ് അതിന് വില പറയണത്? ഞാൻ കൂടെ അതിന്റെ വില പറഞ്ഞില്ലേ? എനിക്ക് 65 കിട്ടണം. ആ കന്നച്ചവടക്കാരൻ മയമുട്ടിയാക്കല്ലേ, അയാളുടെ 60 കയ്യിൽ പിടിച്ചു തന്നാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. 65 കിട്ടാതെ ഒക്കൂല. എടാ, ആ വിലക്ക് ഒരു പോത്തിനെ കിട്ടൂലേ? ഇത് കാളല്ലേ?
ഇത് ഇങ്ങോട്ട് തന്നാളാ. മയമുട്ടി പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. ഓ അത് കിട്ടിയില്ലെങ്കിലേ വില കയറ്റേച്ച് കണ്ടാണ് പോവും. അത് വില കൂട്ടിച്ച് പോയതൊന്നല്ല. അത് മയമുട്ടിയാക്കാന്റെ ഒപ്പം വേറൊരാളുണ്ടായിരുന്നു, അയാൾക്ക് വേണ്ടിട്ടായിരുന്നു. ബാല എനിക്ക് ഇങ്ങനെ നാട്ടിൽ കന്നിനെ നോക്കി നടക്കാൻ നേരമില്ല. ഇതാണ് പിടിച്ച എന്നിട്ട് അതിന് എനിക്കൊന്ന് കൊണ്ട എനിക്കൊരു കാലത്തിന് വേണ്ടിട്ടല്ലേ. അല്ലല്ല നിങ്ങൾ വില പറയും എന്നിട്ട് മതി. അല്ലല്ല വില പറയും, അല്ലാതെ നമ്മളൊരു കച്ചവടമാക്കിയൊരു കാര്യമല്ലോ. ഞാൻ അതും ഇതും പറയല്ലേ. ദേ 2000 ഉറുപ്പ്യ ഉണ്ട്. 58 ഉറുപ്പ്യക്ക് നമുക്ക് കച്ചവടം ഉറപ്പിച്ചു. ബാക്കി 56,000 ഞാനേ കന്നിനെ കൊണ്ടുപോകുമ്പോൾ തരും എനിക്ക്. അല്ലല്ല ഇത് നിങ്ങൾ അവിടെ തന്നെ വെച്ചോളി. എനിക്ക് 60 ഉറുപ്പ്യ തേച്ച് കിട്ടണം, അല്ല ഒക്കൂല. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് മയമുട്ടിയാക്ക് 60 പറഞ്ഞാണ്. അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു 10,000-2000 കച്ചവട പൈസയും പോകും. നിങ്ങൾ 60-നാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളെ. അത് ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ രണ്ടാളാകുമ്പോ കച്ചവടക്കാരി ഒന്നും പോകാല്ലോ. നിങ്ങളെ കൊണ്ടുപോയിക്കോളെ 60-ന്. എന്നാ ഞാൻ തർക്കിച്ചണില്ല. ഇജ്ജ് പറഞ്ഞ മാതിരി തന്നെ നല്ലൊരു കാര്യത്തിനല്ലേ ഇതേ അവിടെ പിടിച്ച. ബാക്കിയേ ഞാൻ നാക്കാലിനെ കൊണ്ടുപോകുമ്പോൾ തരട്ടാ. പിന്നെ നിങ്ങൾ എന്നാ നാക്കാലിനെ കൊണ്ടുപോകുമ്പോഴേ കുട്ടികൾക്ക് എന്തായാലും ചായ പൈസ കൊടുത്തോണ്ടോ. ഐറ്റങ്ങൾ ഇങ്ങനെ വെള്ളം കാട്ടണല്ലേ. അത് ഞാൻ കൊടുത്തോണ്ട് അതൊന്നും വെച്ച് പേടിച്ചണ്ട. പിന്നെ ഞാൻ പെരുന്നാളിന്റെ തലേന്ന് ഇതിനെ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അത് രജ അതിനൊന്ന് നോക്കണം കേട്ടോ. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് അതിനവിടെ കെട്ടാനൊന്നും സ്ഥലമില്ല. എന്നെ കൊണ്ട് അതിനെ നോക്കാനും വെച്ച. അതുകൊണ്ടാണ് എന്നോട് ഞാൻ പറയേണ്ടത്. അത് നിങ്ങൾ ബേജാറാണ്ട. എന്റെ തോത്തിൽ 2 വേറെ ഉണ്ടല്ലോ. ഇനിയിപ്പോ പെരുന്നാളിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കിക്കൊണ്ട്. എന്നാ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞ മാതിരി. പിന്നെ പെരുന്നാൾ തലേന്ന് ഞാൻ വണ്ടി ആയിട്ടാണ് വരും. അപ്പൊ ജയിക്കൊന്നും കയറ്റി തരുകൊണ്ട് അതിനട്ടാ. ഞാൻ പോട്ടെട്ടാ. ഈ പങ്കിന്റെ പൈസ ആരുടെ കിട്ടാളേ? നമ്മളെ അത്തിമണ്ണില് ഷംഷുവിന്റെ പൈസ മാത്രമേ കിട്ടാനുള്ളൂ. അല്ലാത്തവരത് എല്ലാം കിട്ടി റെഡിയാണ്. ഇവിടെ ഒക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തരാന്ന് പറഞ്ഞേക്കണം. ഓൻ ബാംഗ്ലൂർക്ക് ടൂറിസ്റ്റ് ബസ്സിൽ പോയതാണ്. അത് ശരി. ബാംഗ്ലൂർ പോണ കാര്യം എന്നോട് സംസാരിച്ചിരുന്നു. പിന്നെ കുഞ്ഞാനെ 14 കന്ന് ഇപ്പൊ നമുക്ക് റെഡിയാണ്. 15ാമത്തെ കന്ന് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പങ്കുകാരനും കൂടി കിട്ടണം നമുക്ക്. അത് നിർബന്ധമാണ്. അതിനിപ്പോ എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ആരും കൂടാൻ സാധ്യതയൊന്നുമില്ല. നമ്മളിപ്പോ ഇങ്ങനെ പോവുകയാണെങ്കിലേ സെക്രട്ടറി ഞങ്ങളാണ് കൂടേണ്ടി വരും. നിങ്ങൾക്കും കൂടാൻ ഒരു പങ്കൊക്കെ. പൊന്നാരന്റെ കുഞ്ഞാനെ സാഹചര്യം കുറച്ച് മോശമാണ്. അതാണ് ഞാൻ പിന്നിക്ക് നിൽക്കേണ്ടത്. ഇനി ആരും കിട്ടിയില്ല എന്നുണ്ടെങ്കിലേ അപ്പൊ നമുക്കൊരു പങ്കാളി ചേരാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? അല്ലടാ എന്നാ നമ്മള് കന്നെടുക്കാൻ പോണു. ഇനിയിപ്പോ കൂടുതൽ സമയമില്ലല്ലോ. ഞമ്മക്കിപ്പോ ഈ ആഴ്ച പോക്ക് നടക്കുവോ? ഇവിടെ കൊടു നിർത്തിയിട്ട് അറ്റങ്ങളെ നോക്കണ്ടേ? നമുക്ക് ഞായറാഴ്ച ചട്ടിപ്പറമ്പ് പോവാ. അവിടെ എന്റെ കന്നുണ്ടാവും. അതാ ഇറച്ചിക്കാരം ആവിധി തരണേ. അസ്സലാമു വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഇരിക്ക്. പിന്നെന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാഹ്. ആബിദ, നമ്മളെ പങ്കേര കന്ന് 15ഉം അതിന്റെ പുറത്ത് ഓരോന്നായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ 4 അടക്കം 19 കന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ട രീതിയിൽ ആൾക്കാരെ കൂട്ടിയിട്ട് നേരത്തെ തന്നെ വാ. ഇറച്ചിപ്പണി എടുക്കാനുള്ളതാണ്. സുബൈക്കാനോട് പോര്. അറിവ് നടക്കുന്ന സ്ഥലത്തെ ഫുള്ള് പന്തലിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യമായി ചളി പുളിയൊന്നും ഉണ്ടാവില്ല. ആചാരെ, ഞങ്ങൾ വേറെ സംഗതി പറയാൻ വന്നാണ്. എല്ലാ പ്രാവശ്യം നമ്മള് പെരുന്നാളസ്കാരം കഴിഞ്ഞിട്ടല്ലേ അറിവുണ്ടാവല്ലേ? അത് പ്രാവശ്യം നമുക്ക് നടക്കൂല. നമുക്ക് പിറ്റേ ദിവസം നോക്കാം. 2ാം പെരുന്നാക്കോ? അത് നടക്കൂല കേട്ടോ. ഇജ് 1ാം പെരുന്നാക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് അറിവ് തുടങ്ങാന്ന് ഇജ്ജ് പറഞ്ഞാണ്. എന്നോട് നേരത്തെ വരാനും ഞാൻ പറഞ്ഞാണ്. പിന്നെ ആ വർത്താനിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. അത് ആചാര്യ ഒന്നുമല്ല. ഇവന്റെ അമ്മോസനെ മൂപ്പര നാട്ടിൽ അവിടെ അറിവിന്റെ പണി ഏറ്റക്കും. ഇവനെ കണ്ട് അതിപ്പോ അയാൾ ഇപ്പളാ വിളിച്ചു പറയേണ്ടത്. അപ്പോ ആ ഒരു കാരണത്താണ് ഇവിടുത്തെ സംഗതി നമുക്ക് 2ാം പെരുന്നാക്ക് ആക്കാന്ന് പറഞ്ഞത്. അപ്പൊ 2ാം പെരുന്നാക്ക് ആക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അധികം ആളുകൾ 2ാം പെരുന്നാക്കൊക്കെ ആക്കലില്ലേ? എനിക്ക് 2ാം പെരുന്നാക്ക് ആക്കണീന് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനം എടുത്തതാ. ആബിദ് ഏറ്റക്കണു 1ാം പെരുന്നാക്ക് നിസ്കാരം കഴിഞ്ഞായിരിക്കാൻ അറക്കാന്നുള്ളത്. ഇനിയിപ്പോ അത് മാറ്റി പറയാനൊന്നും പറ്റൂല. കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ഇന്റെ നിർണയിലേക്ക് കയറും. അതിന് ഞാൻ എന്താ സമാധാനം പറയാം? അതിന് അമ്മോസനോട് ഇജ്ജ് പറഞ്ഞ എന്തെങ്കിലും മാർഗം കാണാന്നല്ലാതെ ഒന്നും അതിൽ പറയണ്ട എന്നോട്. അത് ഒരിക്കലും നടക്കൂല. ഞാൻ ആ കാര്യത്തിൽ ആകെ ടെൻഷൻ അടിച്ചെടുക്ക. ഇജ്ജ് വെറുതെ പറയണ്ട ആബിദേ. എന്റെ അമ്മോസന്റെ പണിയൊന്നും ജയിച്ചിട്ടില്ല. കോട്ടപ്പുറം മഹലിലല്ലേ ജയിച്ചിട്ടുണ്ടത്. അവിടെ പണിയെടുക്കണേ ആ ടൈലർ അൽബിക്കുട്ടിയാക്ക് എന്നോട് പറഞ്ഞു ഈ സംഗതി. പക്ഷെ ഞാനത് പിറ്റേ ദിവസം കേൾക്കാൻ ഏറ്റിട്ടുണ്ടാകാന്ന് വിചാരിച്ചില്ല. ഇജ്ജ് 1ാം പെരുന്നാക്ക് ഏറ്റത് ചെങ്ങായി എന്നാ 2ാം പെരുന്നാക്ക് ഏറ്റുള്ളത്. എടാ ഇജ് പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ പിന്നെ ആചാരം എന്തേലും പറയിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മക്ക് ഇവിടെ കന്നിന് തന്നത് 4000 ഉറുപ്പ്യ തന്നത്. ഇപ്രാവശ്യം അവര് 5000 ഉറുപ്പ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും ഓനും കൂടെ എന്തായി അതോടെ ഏറ്റതാണ്. എന്നാ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നോട് പറയണ്ടേ? കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൂട്ടി തരൂലേ? അവിടെ ചെന്നാണ്ട് കേൾക്കല. ഞാൻ എന്താ ചെയ്യാ? ബലടിയിൽ ആകെ മാനം കൊടുൂലേ?
എനിക്കൊരു ഉത്തരവാദിത്തല്ലേ മഹലിന്റെ? ആചാര്യ നമ്മളെ മാല തന്നെയല്ലേ, അപ്പൊ നിങ്ങളോട് പറയേണ്ട മടിക്ക് അങ്ങനെ മുണ്ടാന്നാണ്. നിങ്ങൾ 5000 തരുന്നുണ്ടെങ്കിലേ അതേ ദിവസം തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. കുറച്ചാൾക്കാർ ഞങ്ങൾ അങ്ങോട്ടും കുറച്ചാൾക്കാർ ഇങ്ങോട്ടും വന്നോണ്ട്. എന്നാ ആദ്യം തന്നെ ഈ വർത്താനം പറഞ്ഞുകൂടേനോ? പങ്ക് കൂടി ആൾക്കാരോട് ഞാൻ എന്താ പറയും ഈ അവസാന സമയത്ത് വെച്ചുകാണ്ട്? അതിന്റെ മുന്നേ നിങ്ങൾ ആലോചിച്ചാണ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. എന്നെക്കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ട, കൂട്ടി തരാനൊന്നും പറ്റൂല. അതിന് നിങ്ങൾ വേറെ ആളാണ് നോക്കി. അജയരെ ഓന് പറഞ്ഞില്ല ആടാൻ നിൽക്കൊന്നും വേണ്ട, കൂട്ടി കൊടുക്കൊന്നും വേണ്ട. ഇവിടെ എന്താ വേറെ ആളെ കിട്ടാത്ത? ഞമ്മളെ മഹലിലേ ഇറച്ചിപ്പണിക്കാർക്ക് ഒരു ചിന്ത ഉണ്ട്, ഈ മഹലിലത്തെ പണി വേറെ ആർക്കും പോകൂലാന്ന്. ആ കാലൊക്കെ കഴിഞ്ഞേക്കണ്. ഞമ്മക്ക് മരം പൊട്ടാൻ പോണ ബ്രെയിൻ ഉണ്ടല്ലോ, ഓനും കുറെ ചെക്കന്മാരും കൂടാന്ന് പറഞ്ഞേക്കണ്. ഈ കൊല്ലത്തെ പണി ഓലക്കൊള്ള എടുപ്പിച്ച എങ്ങനെയുണ്ട് നോക്കാലോ നമുക്ക്? അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ഓലക്കൊണ്ട് തന്നെ എടുപ്പിച്ചോളി. ഞങ്ങൾക്ക് ഇപ്പൊ പണിയില്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ആബിതഞ്ഞ് ഇതിന് വർത്താനം പറയണ്ട, അജ്ജ് പോന്നാ. നമ്മളെ മാലിലേ പണിയെടുത്ത ഒരു പ്രശ്നമുണ്ട്. കുറച്ച് ആൾക്കാർക്കുണ്ട്, ഞങ്ങൾ നാട്ടുകാരന്നെ ആവുമ്പോ ഓൽക്ക് ഞമ്മളിട്ടുകാണ്ട് ഒരു കൊട്ടാട്ടലാണ്. ഉമ്മറാജിക്ക് പെട്ടിയും കുടലും ആദ്യം തൊഴിച്ചു കൊടുക്കണം, കജ്ജും കാലും വേറെ വേണം. ഇറച്ചി പണി എടുക്കാനൊന്നും ഒഴിവുണ്ടാവൂല. എന്നിട്ട് അത് ഇറച്ചി എല്ലുമെന്ന് പോന്നിട്ടില്ല, ഓരോരോ കുറ്റങ്ങൾ ഉണ്ടാവും. അന്യ മാലിൽ പോയിക്കാണ്ട് ഈ പണിയെടുത്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആ പൈസ മേടിച്ച് പോരാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാലിൽ ഏൽക്കാത്തത്. കഴിഞ്ഞ കൊല്ലം എനിക്ക് ഓർമ്മല്ലേ, എനിക്ക് തലച്ചോറ് ആദ്യം എടുത്തു തരേണ്ടിയിരുന്നു. ഇത് പറഞ്ഞ വർത്താനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ മാലിൽ നമുക്ക് ഏൽക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. ആചാരേ, കഴിഞ്ഞ കൊല്ലം വേറൊരു സംഗതി ഉണ്ടായി. പൊതുവത്തിന്റെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോട്ടലിൽ ചായ കുടിച്ചാണ് ഞാൻ. അന്ന് ഉമ്മറാജി എന്ന് കാണ്ടേ പെട്ടിയും കുടലും നന്നാക്കിയത് ശരിയായിട്ടില്ലാന്ന് അത്രയും ആൾക്കാരെ അടിയിലിട്ട് മനുഷ്യനെ വസലാക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതികള്. അന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഈ മാലിലത്തെ പരിപാടി ഏൽക്കാനാവൂലെന്ന്. ഇത് പോണ അഭിനെ ഞങ്ങൾ പോവാണ്. അതിൽ തെറ്റും തോന്നും നിങ്ങൾ വിചാരിച്ചണ്ട, ഞങ്ങൾ കാര്യം പറഞ്ഞോന്നുള്ളൂ. ഓന് പോണ് പോട്ടാചര, നമുക്ക് വേറെ ആളെ നോക്കാം. എന്നാലേ ആ ഇബ്രാഹിനെ വിളിച്ചുകൊണ്ട് ഏർപ്പാട് ചെയ്യ. ഇപ്രാവശ്യത്തെ ഇറച്ചിപ്പണി ഓലെടുക്കട്ടെ. ഇവരെ മൂട്ടുകൂടി തന്നെ ഇങ്ങനെ നടക്കണ്ടല്ലോ. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട് ഇറച്ചിപ്പണി നമുക്ക് നോക്കാലോ. പൊന്നാര മക്കളെ, ഒലുവത്ത് എന്ന് പറഞ്ഞാലേ ഒരു സുന്നത്ത് കർമ്മമാണ്. അത് നല്ല രീതിയിൽ ഓരോ മാലിലും നടത്തണം കേട്ടോ. നമ്മളെ മാലിലുള്ള ആൾക്കാർ തന്നെ ഈ ഒലുവത്തിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർ, ഇറച്ചിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർ ഒരു വേറെ മാലിൽ പോയി ജോലി ചെയ്യുക. കാരണം ഇവിടത്തിനെക്കാട്ടിലും കൂലി കിട്ടും നനക്കാണ്ട് നമ്മളെ മാലിലുള്ളവർ നമ്മളെ മാലിൽ തന്നെ നിന്നുകാണ്ട് ചെയ്യുക. ഇത് നമ്മളെ മാലിന് വേണ്ടി ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യും. അല്ലാതെ ഇവിടെ പൈസ കുറച്ച് കുറവാണ്, ഇവിടുത്തെ ആൾക്കാർ നമ്മളൊരു കുറ്റപ്പെടുത്തലാണ്, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നല്ല രീതിയിൽ നമ്മളെ മാലിൽ ഈ ഒലുവത്ത് കർമ്മങ്ങൾ നടത്തണം. അത് നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.